ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു Tablemagics. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല, പകരം കുറച്ച് കിച്ചൺ ടിപ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ മീനൊക്കെ പൊരിച്ച ഫ്രൈയിങ് പാൻ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ചോ ഇത് നന്നായിട്ടൊന്ന് വടിച്ചെടുത്ത ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മളെ പാനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിക്കോളും. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും അത്രത്തോളം നമ്മളെ പാന് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം മീനും ചിക്കനൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് നമുക്കതെങ്ങനെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഫ്രഷ് ആയിട്ട് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഏതെങ്കിലും കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നമ്മൾ മീനൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മളത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം നിറയെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറേ നാൾ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന അതേ ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് പുറത്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതറിയാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സാണ്. നമ്മൾ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ നോൺ വെജ് ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒത്തിരി മെഴുക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ മൈദപ്പൊടി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടൊന്ന് പയ്യെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. പെട്ടെന്ന് തന്നെ അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ടീപ്പോയിഡൊക്കെ ഗ്ലാസ്സൊക്കെ നമുക്ക് എങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തളിക്കുക സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്തിട്ട് നമുക്കിത് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്ലാസ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ടീപ്പോയൊക്കെ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ വാഷിംഗ് ഏരിയയിലെ മിററും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്തിട്ടുള്ളൊരു മിററാണ്. നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടമ്മമാർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊടിക്കൈകളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും വീട്ടിലും ഇതേപോലത്തെ ഫ്ലാസ്കുകളും വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബ്രഷ് ഒന്നും ഉപയോഗിക്കാണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് 1 ടീസ്പൂൺ അരിയാണ് ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് കുലുക്കിയിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മളെ ഫ്ലാസ്കൊക്കെ ഒട്ടും സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല പോലെ ക്ലീനായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽസൊക്കെ എത്ര ക്ലീൻ ആക്കിയാലും അതിന് ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അതും ഇതേപോലെ അരി ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി നോക്കിയാൽ നല്ല പോലെ അത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കറിവേപ്പില കൊണ്ടാണ്. കറിവേപ്പില നമ്മൾ കറിയിലിടാൻ മാത്രമല്ല, അതുകൊണ്ട് വേറെ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ സാധാരണ വീട്ടിൽ കടലയും അതേപോലെ ഉഴുന്നുപരിപ്പൊക്കെ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൽ ഉച്ച പോലത്തെ ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു തണ്ട് കറിവേപ്പിലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആ കുപ്പിയിലിട്ട് വെച്ചതിന് ശേഷം നമ്മളത് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ അത് കേടുകൂടാതിരുന്നോളും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ കറിയൊക്കെ താളിക്കാൻ ഉപയോഗിക്കുന്ന 3 ഐറ്റംസാണ് കടുകും ഉലുവയും അതേപോലെ ഉഴുന്നുപരിപ്പും. ഇത് നമ്മൾ ചെറിയ കുപ്പികളിലാക്കി എടുത്തു വയ്ക്കുകയാണ് ചെയ്യാറ്. അതിന് പകരം നമ്മൾ ഇത് 3ഉം കൂടി ഏതെങ്കിലും ഒരു കുപ്പിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ താളിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടാൽ മതിയാവും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മളുടെ 4ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വറ്റൽമുളകൊക്കെ സാധാരണ കറി താളിക്കുന്ന സമയത്ത് അത് 2 കഷ്ണമാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വറ്റൽമുളക് വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഒരു കുപ്പിയിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ കൈയൊന്നും എരിയുന്ന പ്രശ്നവും ഉണ്ടാവില്ല. കുറച്ചധികമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ അത് ഒരുപാട് നാൾ കേടുകൂടാതിരുന്നോളൂ കേട്ടോ. നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കടുകൊക്കെ താളിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു സ്പൂൺ എടുത്തിട്ടാൽ മതി. നമ്മളുടെ കൈയും എരിയൊന്നുമില്ല, അതേപോലെ തന്നെ സമയവും ലാഭിക്കുക കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ ടിന്നിലിട്ട് വയ്ക്കുന്ന സമയത്ത് അതിൽ ചെറുതായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ച പോലെ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കുറച്ച് ദിവസമൊക്കെ ഒന്ന് എടുക്കാണ്ട് വയ്ക്കുമ്പോഴാണ് അങ്ങനെ തോന്നാറ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഒട്ടും കട്ട പിടിക്കാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.